Watch full episodes on Jio Hotstar. മോട്ടു പത്ലു, ഇതാ നിങ്ങൾക്ക് പറയാനുള്ള ഡയലോഗ്. ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം. കാരണം ടേക്കിന്റെ സമയത്ത് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എവിടെ പോവും? മോട്ടു റിലാക്സ് റിലാക്സ്, കൂളായി ഇരിക്ക്, ടെൻഷൻ ഒഴിവാക്ക്, നല്ലോണം ശ്വാസം അകത്തേക്ക് വലിച്ചു വിട്. അതെ അതെ, ശ്വാസം വലിച്ചു വലിച്ചു തന്നെയാ വിടുന്നത്. വരൂ, നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. ഞാൻ ഡയലോഗ് പറയാം. ചീസ് വെച്ച് എലിയെ പിടിക്കുന്ന യന്ത്രം. ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എലികളൊക്കെ പമ്പ കടക്കുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് എലികളെ വീട്ടിൽ നിന്ന് ഓടിക്കൂ. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം വരട്ടെ. ഡയറക്ടർ സാർ, റിഹേഴ്സൽ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഡയറക്ടറെ ഒന്ന് കണ്ടു നോക്കൂ. നന്നാവുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിക്കോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. ഞാൻ കുറച്ച് നെർവസ് ആയിട്ടാ ഉള്ളത്. സോറി സാറേ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. റെഡി? ഓക്കെ, ആക്ഷൻ. എലി പിടിക്കുന്ന യന്ത്രം. വരൂ വരൂ, നോക്കൂ, നിങ്ങളടുത്തേക്ക് എലിയെ കൊല്ലുന്ന യന്ത്രം വരുന്നുണ്ട്. ഓ, കട്ട് 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 കട്ട്. എന്താണോ ഈ കാണിക്കുന്നത്? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? ഉടുക്കടിക്കാരനാണോ? തെരുവ് സർക്കസുകാരനാണോ? കുരങ്ങു കളിക്കാരനാണോ? സോറി സാർ, ഒരു ടേക്ക് കൂടെ പോയി നോക്കാം സാർ. ഹൈ, അതെന്ത് സാധനമാണ് അവിടെ കാണുന്നത്? ആഹാ, എന്തൊരു മണം! അത് മക്കളെ നിക്ക്, അത് ശരിക്കുള്ള ചീസ് അല്ല. അത് നമ്മൾ തൊടാൻ പോയ അവന്മാര് നമ്മളെ അങ്ങ് പിടിക്കും, എന്നിട്ട് നമ്മൾ പെട്ടുപോകും. അവന്മാര് നമ്മളെ പിടിക്കാനുള്ള മെഷീന്റെ ആഡ് ചെയ്യാണ്. അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? അപ്പൊ നമുക്കൊന്ന് കാണണമല്ലോ ഇവന്മാര് ആഡ് ഫിലിം എങ്ങനെ ഉണ്ടാക്കുന്ന. സോറി സാർ. ഓക്കെ, ആക്ഷൻ. എലിയെ പിടിക്കുന്ന യന്ത്രം. ഈ യന്ത്രം വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എലികളൊക്കെ പമ്പ കടക്കുന്നതായിരിക്കും. ക്യാമറ എന്തിനാണോ താഴെ വെച്ചത്? സാറേ നോക്കൂ, ഒരു എലിയ യന്ത്രത്തിന്റെ അടുത്തിരിപ്പുണ്ട്. എലിയോ, എലി. എന്താ മോട്ടു, ഒരു ചെറിയ എലിയെ കണ്ട് പേടിച്ചോ നീ? പത്തലു, രണ്ടെലി നിന്റെ മേത്തു. അതാ എവിടെയാ? എന്താ ഇത്? എലിക്കണി യന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിന് എലി വന്നു പെട്ടെന്നോ? ഓടിക്കതിനെ. എന്റെ അമ്മോ, മോട്ടു എന്നെ രക്ഷിക്കൂ, എലി വന്നിട്ടുണ്ട്. പ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, റെഡി, ആക്ഷൻ. ഇവന്മാരുടെ ആഡ് ഇപ്പൊ ശരിയാക്കി തരാം. വരൂ, നമുക്ക് ഓരോമാരുടെ തുണിയിൽ കയറിയിരിക്കാം. എലിയെ പിടിക്കുന്ന യന്ത്രം വാങ്ങിക്കോളൂ, എന്നിട്ട് വീട്ടിലുള്ള എലികളെയൊക്കെ പേടിക്കാതെ. എലി, അത് പിന്നെ എലി. എന്റെ അമ്മോ, അമ്മേ. മോട്ടു എന്തായി ചെയ്യുന്നത്?
ക്യാമറ പത്ലുവിനെ ഫോക്കസ് ചെയ്യേ, മോട്ടുവിൽ നിന്ന് മാറ്റ്. നിങ്ങളിത് കടിച്ചു. വിശ്വസിക്കാം, കടിച്ചു. അയ്യോ അമ്മേ, എന്താ ചെയ്യാ? കടിച്ചേ. അല്ല സാറേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ സംഭവിച്ചേ? നിങ്ങൾ എന്താ ഡാൻസ് ചെയ്യണേ? ഒരു എലി എന്റെ ഉടുപ്പിനകത്ത് കയറിയെന്നാ തോന്നുന്നത്. ഡാൻസ് കൊള്ളാമല്ലോ. എന്നാ പിന്നെ ഇതങ്ങ് ഷൂട്ട് ചെയ്യാം. ആദ്യം മേക്കിങ്ങിൽ ആവശ്യം വരും. ഇനിയിപ്പോ ഷൂട്ടിംഗ് ഇന്ന് നടക്കുവോ? നടക്കും സാറേ, നടക്കും, തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ ഷോട്ട് വയ്ക്കും സാറേ. ഇപ്രാവശ്യം സംഭവം നല്ല അടിപൊളിയായിരിക്കും. ഓക്കേ, സ്റ്റാർട്ട് ക്യാമറ റോൾ. നിങ്ങൾ നേരത്തെ ഒന്നും സ്റ്റാർട്ട് ക്യാമറ എന്നൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്തതാണോ ഡയറക്ടർ സാറേ? എന്റെ പൊന്നെ, നീ നിന്റെ ആക്ടിംഗിൽ ഒന്ന് ശ്രദ്ധിക്കേ. ആക്ഷൻ പറയുമ്പോ തുടങ്ങിയേക്കണം. ഓക്കെ, ആക്ഷൻ. ചീസ് വെച്ച് എലിയെ പിടിക്കുന്ന യന്ത്രം. ഇതിനെ നിങ്ങൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എലികളൊക്കെ പമ്പ കടക്കും. നല്ല ഭംഗിയുള്ള എലിക്കൂടാണിത്. ചീസ് കൊണ്ട് എലിയെ പിടിക്കുന്ന യന്ത്രം. ഇനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ എലി വരാൻ പോകുന്നില്ല. ഓക്കെ, കട്ട് ഷോട്ട്. ഓക്കെ, ഓക്കെയാണ് സാർ. മോട്ടുപത്തിലൂടെ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ് സാർ. മോട്ടും പത്തിലും അല്ലാതെ വേറെന്താ നീ എടുത്തേ? ആ മോട്ടുപത്തിലുണ്ട് പുറകിൽ 4 എലികളുണ്ടായിരുന്നല്ലോ, അത് ഷൂട്ട് ചെയ്യായിരുന്നു ഞാൻ. എടോ വിവരം കെട്ടവനെ, നീ ആക്ടേഴ്സിനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതോ എലികളെയോ? എലികൾ എന്തിനാ ഫ്രെയിമിൽ കൂടെ കൂടെ വരുന്നത്? ആരെങ്കിലും ഒന്ന് ഓട്ടിക്കതിനെ. കൂട്ടുകാരെ, ഈ ആഡ് ഫിലിം നമ്മളിവിടെ ഷൂട്ടിംഗ് സമ്മതിക്കാൻ പാടില്ല. അറ്റാക്ക്. എന്റെ അത്തിപ്പാറ ഇതെന്ത് കടിയാ കടിച്ചത്? എന്റെ സമയം ആകെ നഷ്ടപ്പെട്ടു. എന്റെ ഷൂട്ടിങ്ങും കൊളായല്ലോ. ഞാനിനി എന്തോ ചെയ്യും? അതെ, നിങ്ങളുടെ ഈ എലിയെ പിടിക്കുന്ന യന്ത്രം യാതൊന്നിനും കൊള്ളൂല. കാരണം മറ്റൊന്നുമല്ല, എലികൾക്ക് അതിന് ഒരു പേടിയുമില്ല. പിന്നെ എങ്ങനെയാ എലികളെ നിങ്ങൾ അതിൽ പിടിക്കുക? എലികളുടെ ഒരു പട തന്നെയല്ലേ നമ്മളായിട്ട് ഇങ്ങനെ ഓടിച്ചത്. ഈ ഫുർഫുറി നഗരത്തിലെ എലികൾ മുഴുവൻ കുഴപ്പക്കാരാ. ഇവന്മാർക്ക് മാത്രമായിട്ട് ഞാൻ വേറൊരു യന്ത്രം ഉണ്ടാക്കുന്നുണ്ട്. ശരിയാക്കി കൊടുക്കാം. അതെ, അങ്ങനെയാണ് സഹോദരന്മാരെ. അറ്റാക്ക്. ഞാൻ ആകെ തകർന്നു. ഈ എലികൾ എന്നെ നശിപ്പിച്ചു. എന്റെ പണം മുഴുവൻ വെള്ളത്തിലായല്ലോ. ഡയറക്ടർ സാറേ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്തൊക്കെ ഷൂട്ട് ചെയ്തു എനിക്കൊന്ന് കാണിച്ചു തരാമോ? സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഡയറക്ടർ സാറേ, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കൂ. കൂട്ടുകാരെ, ആ, ഇനി ഇപ്പൊ കാണിക്കേ. ചീസ് വെച്ച് എലിയെ പിടിക്കുന്ന യന്ത്രം. ഇത് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എലികളൊക്കെ പമ്പ കിടക്കുന്നതായിരിക്കും. നല്ല ഭംഗിയുള്ള എലിക്കൂടാണിത്. ചീസ് കൊണ്ട് എലിയെ പിടിക്കുന്ന യന്ത്രം. ഇനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ എലി വരാൻ പോകുന്നില്ല. ആ, ഇപ്പൊ കണ്ടില്ലേ ഡയറക്ടർ സാറേ, ഈ ആട് എത്ര നന്നായിട്ടുണ്ടെന്ന് കണ്ടില്ലേ? എലികൾ ഇതേ ഓടുന്നു. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ആ, എത്ര ശ്രമിച്ചിട്ടും ഈ മോട്ടുപത്തിലു ആഡ് ചെയ്തു തീർത്തു. ആഹാ, വളരെ നന്നായിരിക്കുന്നു മോട്ടു പത്തലോ. പറഞ്ഞു കേട്ട പോലെ നിങ്ങൾ മിടുക്കന്മാരാ. എത്ര നല്ല ആഡാ ഉണ്ടാക്കിയത്. മോട്ടു പത്ലു പതിലല്ലേ
ഇത്തവണ മോട്ടുവിനെ പത്തലവനെ കൊടുക്കാനുള്ള ഒരു നല്ല പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആരാണ് പണി കൊടുത്തത് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പോ പോ എന്റെ അടുത്തത് പോ പോ പോവാൻ. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊന്നുമില്ല, എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ നോക്ക്. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മേയർ സാറിനോട് പറഞ്ഞോളാംന്നേ. പ്രിൻസിപ്പൽ സാറേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്കൂൾ പണിത് തരാം. ചോപ്പടി അസോസിയേഷന്റെ ചെയർമാൻ സാറേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. പിന്നെ നിങ്ങളോട് ഫുർഫുറി നഗറിലുള്ള ഞങ്ങളുടെ എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒന്നിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ലെന്നേ. മോട്ടുജി, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വൗ, വൗ, വൗ. വൈദ്യൻ കൽപ്പിച്ചതുപോലെ രോഗി ഇച്ഛിച്ചതുപോലെ നിങ്ങളാണല്ലേ പോട്ടു? ഓട്ടുമല്ല, മോട്ടു. ഓക്കെ മിസ്റ്റർ മോട്ടു. ആയ മിസ്റ്റർ ജോൺസ്റ്റർ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങള് കുറ്റവാളികളെയൊക്കെ പിടിക്കാറുണ്ടെന്ന്, ഫുർഫുറി നഗരത്തെ ഒരുപാട് സഹായിക്കാറുണ്ടെന്ന്, പിന്നെ സോഷ്യൽ വർക്കും ചെയ്യാറുണ്ടെന്ന്. ഇന്ന് നേരിട്ട് കാണാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മിസ്റ്റർ ജോൺ സ്റ്റാർ. പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് സാറേ? സത്യം പറയുവാണെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷന്റെ ചെയർമാനാണ്. ഞങ്ങൾ എല്ലാ വർഷവും ബെസ്റ്റ് സോഷ്യൽ വർക്കറിന് സമ്മാനം നൽകാറുണ്ട്. ഈ വർഷം നിങ്ങളുടെ പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. താങ്ക് യു സാർ. ഹലോ മിസ്റ്റർ മോട്ടു, ഇത് 1 കോടിയുടെ ചെക്കാണ്. നിങ്ങൾക്ക് കാശാക്കി ഉടൻ തന്നെ ചാരിറ്റിയുടെ വർക്ക് തുടങ്ങിക്കോളൂ. പ്രിൻസിപ്പൽ സാറ്, ഇനി ആ സ്കൂളിന്റെ ബിൽഡിംഗ് പൊട്ടിച്ചുകളാ. നാളെ പുതിയത് കെട്ടാലോ. എന്റെ ചോപ്പടി പൊന്നു ചേട്ടാ, നാളെ രാവിലെ നിങ്ങൾ കൊതിച്ചതുപോലെ ഞാൻ ശരിയാക്കി തരാമെന്നേ. ചായക്കട ചേട്ടാ, ഈ കടയൊക്കെ പൊളിച്ച് മാറ്റ്. നാളെ നമുക്ക് പുതിയതൊരെണ്ണം ഉണ്ടാക്കാമല്ലോ. ഓ വൗ, കാശ് കിട്ടി ഉടനെ ചാരിറ്റി തുടങ്ങിയല്ലേ? ഈ വർഷാവസാനം നിങ്ങൾക്ക് ഞാൻ മറ്റൊരു റിവാർഡും കൂടി തരാം. ഇറ്റ് വിൽ ബി 5 crore. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പത്തലു. എന്റെ അമ്മോ, യോമാർ എങ്ങോട്ടായി ഉരുണ്ടുകൊണ്ടിങ്ങനെ പോണത്? കേറിക്കോളൂ. എന്റെ അമ്മോ. എന്നെ എന്തിനാ പിന്തുടരുന്നത്? ഓട്ടോ, ഞാൻ തന്നെ വെറുതെ വിടില്ല. ഞാനും തന്നെ വെറുതെ വിടില്ല. എന്താ പറ്റിയതൊന്ന് കേക്ക്. മനസ്സിലായോ? 1 കോടിയോ? പിന്നെ 5 കൊല്ലം കഴിഞ്ഞ 5 കോടി രൂപയോ? എന്റെ അമ്മോ. ഓട്ടോ, എന്റെ വീടിന്റെ മേൽക്കൂര ഒന്ന് ശരിയാക്കി തായോ. എന്റെ പോലീസ് സ്റ്റേഷനും ഒന്ന് റിപ്പയർ ചെയ്ത് തരണം. പൊളിക്ക്, എല്ലാം പൊളിക്ക്, എല്ലാം പൊളിച്ചു മാറ്റ്. ഞാൻ മോട്ടു റിപ്പയർ ചെയ്തു തരാം. പൊളിച്ചേ. എന്റെ മോട്ടു, നീ ചിന്തിച്ചിട്ടൊക്കെ ആൾക്കാർക്ക് വാക്ക് കൊടുക്ക. 1 കോടി കൊണ്ട് നീ എന്തൊക്കെ റിപ്പയർ ചെയ്യും? സ്കൂള്, വീട്, ചായക്കട, ബോക്സറിന്റെ വീട്, നീ ആലോചിക്ക. ഓക്കെ, ആലോചിക്കട്ടെ. നിങ്ങളും വാങ്ങിച്ചോളൂ, എല്ലാവരും വാങ്ങിച്ചോളൂ. എന്റെ മോട്ടു, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. സ്വപ്നം കണ്ടോണ്ട് കിടക്കേണ്ട സമയം കഴിഞ്ഞു. എഴുന്നേൽക്ക. എന്താ പറ്റിയേ? ഇത് കണ്ടോ മോട്ടു, ചെക്കിൽ പേര് തെറ്റായിട്ടാ എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ, മിസ്റ്റർ പോട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. മോട്ടു, ഓ നോ. മോട്ടു, ഇപ്പൊ നിനക്ക് ബാങ്കിൽ നിന്ന് 1 പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. പറ പ്രിൻസിപ്പളെ,
മോട്ടു ഞാൻ സ്കൂള് പൊളിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാശെടുത്തോണ്ട് വന്നാ പണി തുടങ്ങായിരുന്നു. വന്നോളാം വന്നോളാം. സോറി, സെക്കൻഡ് ലൈനിൽ ആരോ ഉണ്ടെന്നാ തോന്നുന്നു. ഹലോ ഹലോ സാറേ, എന്ത് എല്ലാം പൊട്ടിച്ചു കളഞ്ഞെന്നോ? ആ പെട്ടെന്ന് കാശെടുത്തോണ്ട് വാ, പുതിയ കുടിലുകൾ കെട്ടണ്ടേ. അതെ മോട്ടു, ഞാൻ കടയൊക്കെ പൊളിച്ചു കളഞ്ഞു. ഞാൻ മേൽക്കുറയും മാറ്റിയിട്ടുണ്ട്. ഒന്ന് വേഗം പണി തുടങ്ങ, ഒന്ന് വേഗം. ഏയ്, എന്താ പറ്റിയത്? എന്റെ ബോക്സറേട്ടാ, അതായത് പക്ഷിറാണി, ഒരു മിനിറ്റ്. ഹലോ മിസ്റ്റർ ജോൺ സ്റ്റാർ. വിടടാ എന്നെ വിട്. പറക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മുകളിലേക്ക് വന്നത്? ഹലോ മിസ്റ്റർ പോട്ടു, എന്തൊക്കെയുണ്ട്? ഞാൻ അഡ്വക്കേറ്റ് ജോണിയാണ്. ചെക്കില് പോട്ടു എന്നാണ് പേരെഴുതിയിരിക്കുന്നത്. അതിനി ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. മിസ്റ്റർ ജോൺസ്റ്റർ അമേരിക്കയിലാണ്. 2 മാസം കഴിയാതെ തിരിച്ചു വരില്ല. എന്ത്? ഇനി ഒരു വഴിയേ ഉള്ളൂ. മിസ്റ്റർ പോട്ടുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. ചെക്കിട്ട് ക്യാഷ് എടുത്തതിന് ശേഷം അക്കൗണ്ട് പിൻവലിച്ചേക്കാം. ആദ്യം നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ നിന്റെ തലയും ഞാൻ എന്റെ മേൽക്കൂര പൊളിച്ച പോലെ പൊളിക്കും. ആ പറയുന്നത് ശരിയാ, പൈസ എടുത്തോണ്ട് പാടോ. ഞങ്ങള് സ്കൂള് വിളിക്കാൻ പറഞ്ഞു പൊളിച്ചു, അതുപോലെ കുടിലുകളും പൊളിച്ചു. വക്കീല് ചേട്ടാ ഓടിക്കോ. മിസ്റ്റർ മോട്ടു, നിങ്ങളെ ഇപ്പൊ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. പേടിക്കണ്ട. മോട്ടു സഹോദര, നിങ്ങൾ പോയി അക്കൗണ്ട് തുടങ്ങിക്കോളൂ. ഞാൻ കൂടെ തന്നെയുണ്ട്. വേഗം പോയി ചെക്കിടൂ. സാറേ, എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. എന്റെ പേര് പോട്ടു. നിങ്ങൾക്ക് എന്ത് വേണേലും എടുത്തോ, പക്ഷെ എന്നെ ഒന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. അല്ല, ഇവനിതെന്താ പറ്റിയത്? അവരെന്നെ ശരിക്കും പെടുത്തി കളഞ്ഞെന്നാണല്ലോ തോന്നുന്നത്. രക്ഷപ്പെട്ടോടാ മോട്ടു. ഈ ഡ്രസ് ഇല്ലാതെ നടക്കാന്ന് വെച്ചാ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യോ. എന്താ ചെയ്യാ? വാ, അത് കൊള്ളാലോ. ഒരു സാരിയെങ്കിലും കിട്ടിയല്ലോ. ബോസ്, എല്ലാം ഓക്കെ ആയി. എന്റെ വണ്ടി ആരാ കട്ടോട്ട് പോകുന്നേ? നിനക്ക് ഇത്രക്ക് ധൈര്യമോ? ബോക്സർ ചേട്ടാ, ഞാൻ മോട്ടുവാണ്. മോട്ടുവോ? എന്നാ പിടിച്ചോ. അതെ, ലോകത്തിലുള്ള എല്ലാവരും എന്തിനാ എന്റെ തുണിയുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്നേ? എന്റെ അമ്മോ, ബോക്സറേട്ടാ, നിങ്ങൾ നമ്മുടെ മോട്ടിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അതാ മോളോട്ട് നോക്ക്. എന്റെ അമ്മോ, പിടിക്കൂ, മോട്ടിനാണെങ്കിലും പിടിക്കൂ. അവരെന്റെ യൂണിഫോമും മോട്ടോർ ബൈക്കും അടിച്ചോണ്ട് പോവാണ്. അയ്യോ, അയ്യോ, പ്ലീസ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും വേഗത്തിൽ ചെയ്യൂ. ഈ ജോൺസ്റ്റർ നീളമില്ലാത്ത ഉരുണ്ടതാ. എന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ജോൺസ്റ്റർ ജോണാണ്. സത്യമായിട്ടും ഇത്രയും ദിവസം മണ്ടനാക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഐഡിയ. പോട്ടു സിംഗ് ആകാൻ ശ്രമിച്ചു. കാരണം 1 കോടിയുടെ ചെക്ക് അയാളുടെ പേരിലായിരുന്നു അത്രേ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മോട്ടു എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇനിയിപ്പൊ നിങ്ങളെല്ലാവരും ജോണിനെ തേടൂ, എന്നിട്ട് അവന്റെ തലയിന്ന് ഓരോരോ മുടി പറിച്ചോണ്ട് വാ.
ഒരു മുടിക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തരാം. എത്ര കിട്ടുന്നോ അതിന്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. പിന്നെ മറ്റു പകുതി മോട്ടുവിന്റെ ചാരിറ്റിക്ക് വേണ്ടി ഇനി സമ്മാനമായിട്ട് കൊടുക്കുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? ജോൺ മരത്തിന്റെ പുറകിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആണ്. എന്റെ മുടിക്ക് വിലയിടാൻ നിങ്ങൾ ആരാണ്? ബോസ് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണം. 2 തലമുടിയേ ഇനിയുള്ളൂ. ഓരോന്ന് വീതം എടുത്തോട്ടെ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.